ദുബായ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കത്തില്ല. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രോഹിത്. വെൽക്കം ടു ട്രാവൽ ടൈൽസ് വിത്ത് രോഹിത്. ഞാനിപ്പോൾ ദുബായിലാണ്. നമ്മുടെ പേരേട്ട ദുബായിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഹോട്ടല് ദുബായിലെ ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോർച്യൂൺ ആട്രി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇവിടെ ഞാനൊരു 2 വീക്സ് സ്റ്റേ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് എയർപോർട്ടിലെത്തിയത്, DXB എയർപോർട്ടിലെത്തിയത്. അതുപോലെ തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ നിന്നാണ് കയറിയത്. മാംഗ്ലൂരിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറി ദുബായ് ടെർമിനൽ 2 അവിടുന്ന് ഹോട്ടലിൽ തന്നെ ക്യാബ് ഡ്രൈവർ വന്നായിരുന്നു. ഹോട്ടലിലെ ക്യാബ് ഡ്രൈവർ തന്നെ പിക്ക് ചെയ്തു, ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ 3rd ഫ്ലോറിൽ ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ റൂമിലെ കീ. നമുക്ക് ഈ കീ വെച്ച് അകത്ത് കയറാം ഗൈസ്. യെസ്, നമ്മൾ അങ്ങനെ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു. ഇവിടെ കാർഡ് ഇടുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അമ്പോ പൊളി റൂം. ഓക്കേ ഗൈസ്, ഇതാണ് നമ്മുടെ ബെഡ്റൂം. 2 സിംഗിൾ ബെഡാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, നല്ലൊരു ക്ലീൻ മിററുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോഫിയും സംഭവം, പിന്നെ ഒരു സേഫും ഒരു ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ നിന്നുള്ള ലഗേജാണ്. ഓക്കെ, എല്ലാവരുടെ ഒരു മിററും ഉണ്ട് ഇവിടെ. നമ്മുടെ വിശാലമായ ബാൽക്കണി നമുക്ക് അങ്ങ് ദൂരെ ഇതാണ് കരാമ. അങ്ങ് ദൂരെ നമുക്ക് ദുബായ് ഫ്രെയിമും അതിൻ്റെ ബാക്കിനോട് നമുക്ക് ബുർജ് ഖലീഫയും കാണാൻ സാധിക്കുന്നതാണ്. കാണു ഗൈസ്. അടിപൊളി. ക്രിസ്മസ് പ്രമാണിച്ച് നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവരോട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ റൂഫ് ടോപ്പ് ബാർ കം പൂളിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ റൂഫ് ടോപ്പ് ബാർ അസെൻറ്റ്. പ്ലസ് ഇവർക്ക് ഇവിടെ നല്ലൊരു കിടിലം പോലത്തെ ഒരു ആംബിയൻസ് ഉണ്ട്. അവിടെയാണ് റെസ്റ്റോ ബാറും പ്രൊജക്ടറൊക്കെ വരുന്നത്. ഇവിടെയാണ് പൂള് വരുന്നത്. ഗൈസ്, ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 1:30-2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൂളിൽ, ഈ റൂഫ് ടോപ്പ് പൂളിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ടൂറിസ്റ്റൊക്കെ ഇപ്പം പുറത്ത് പോയിരിക്കുകയാണ്. ഞാനിവിടുത്തെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ടൂറിസ്റ്റൊന്നും പൂൾ യൂസ് ചെയ്യാറില്ല. എന്താ പറയുക, അധികം ആൾക്കാരും സൈറ്റ് സീയിങ്ങിനൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പൂളിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വിശാലമായ പൂളാണ്. പിന്നെ ഇവിടെ നമുക്ക് റൂഫ് ടോപ്പ് ബാറിൻ്റെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ കുറേ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നല്ല അധികമാണ്. അപ്പം വെയിലുണ്ടെങ്കിലും വെയിലിന് അത്രയും ചൂടൊന്നുമില്ല, ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നലെ മഴയായിരുന്നു ദുബായിൽ. ഇന്നലെ മിനിങ്ങാനൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നും കുറച്ചും ക്ലൗഡിയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, പുറത്തൊക്കെ ഇറങ്ങാം. അപ്പോൾ ഈ ഒരു നല്ല വിശാലമായ പുഴ, റൂഫ് ടോപ്പ് ഉള്ളതാണ് നമുക്ക് ഈ ദുബായിയുടെ ഫുൾ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ദുബായ് എന്ന് പറയുന്നത് എന്താ പറയുക, അങ്ങ് പരവതാനി പോലെ വിരിഞ്ഞ് കിടക്കുവാണ് ഇവിടെ. നമുക്കിവിടെ മെട്രോ പോകുന്നത് കാണാൻ സാധിക്കും.
ഇത് ഡ്രൈവർലെസ് ദുബായ് മെട്രോ ആണ്. ഇത് രസമല്ലേ മെട്രോ എന്ന് പറഞ്ഞാൽ നല്ല നീല നിലത്തുള്ള മെട്രോ. അപ്പൊ നമുക്ക് അവിടെ ഊദ്മേത്ത സ്റ്റേഷനാണ് അവിടെ വരുന്നത്. അതാണ് ഊദ്മേത്ത മെട്രോ സ്റ്റേഷൻ. അപ്പൊ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ബുർജുമൻ മെട്രോ വരുന്നുണ്ട്. അപ്പം വളരെ കണക്റ്റഡ് ആണ് ദുബായ്. സോ എല്ലായിടത്തും മെട്രോസ് ഉണ്ട്. നമുക്ക് ചീപ്പായിട്ട് പോകണമെങ്കിൽ നമുക്ക് മെട്രോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബസ് യൂസ് ചെയ്യാം. അപ്പം ബസ് മെട്രോയ്ക്കൊക്കെ ഇവിടെ നോൾ എന്ന് പറഞ്ഞ കാർഡുണ്ട്. അപ്പോൾ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ആ നോൾ കാർഡാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. മെട്രോയ്ക്ക് ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ ബസ്സിൽ പോകാനൊക്കെ ആ കാർഡ് യൂസ് ചെയ്യുന്നത്. പാർക്കിങ്ങിനൊക്കെ ആ കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വേറെ സംബന്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് ഊബറൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് വരും. നാട്ടിലെ പോലെ തീരെയല്ല, നല്ല എമൗണ്ട് വരും. അതുപോലെ ഇവിടുത്തെ വേറൊരു ആപ്പുണ്ട്, അങ്ങനത്തെ കുറച്ച് ആപ്സ് ഉണ്ട്. പക്ഷേ ടാക്സി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ അഫോർഡബിൾ റേറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മെട്രോ ഉണ്ട്, നമുക്ക് ബസ്സുണ്ട്. പിന്നെ ദുബായി നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അത് പാക്കേജ് ആയിട്ടാണ് വരിക. ഓൾമോസ്റ്റ് 50 ദിർഹംസിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ ആ പാക്കേജിൽ പോവുകയാണെങ്കിൽ നമുക്ക് ദുബായിലെ മെയിൻ പോയിന്റ്സ്, അതായത് മെയിൻ ചെക്ക് പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാം. അവർ നമുക്ക് നിർത്തി തരും. നിർത്തി നിന്നിട്ട് നമുക്ക് അവർക്ക് അടുത്ത ബസ്സിൽ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ബസ്സിൽ പോകാൻ സാധിക്കും. എല്ലാം സെയിം പാക്കേജാണ്. സോ ദുബായ് മൊത്തം കറങ്ങാൻ ഒരു പാക്കേജ് ഉണ്ട്, ഒരു ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന വീക്കെൻഡ്സൊക്കെ നമുക്കതും കവർ ചെയ്യാം. ഇപ്പോൾ ദുബായിയെക്കുറിച്ച് മൊത്തം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു ഫ്ലൈറ്റ് പോകുന്ന കാണാം ഗൈസ്. ഇതാണ് ഈ റൂഫ് ടോപ്പ് പൂളിൽ നിന്നുള്ള വ്യൂ. ഈ പൂളിൽ ഇപ്പോൾ വേറെ ആരുമില്ല. ഈ റൂഫ് ടോപ്പിൽ ഇപ്പം തന്നെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേക വൈബാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇപ്പം ഓരോ ക്ലൈമറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറച്ചും നല്ല വെയിലായിരുന്നു, ഇപ്പോൾ നല്ല തണൽ വന്നു. ഇനി കുറച്ചും കൂടെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ തണുപ്പ് തുടങ്ങും. തണുപ്പായിട്ടുണ്ടെങ്കിൽ ഒരു 15 ഡിഗ്രി, ഇന്നലെ രാത്രി 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ തണുപ്പ്. രാത്രിക്ക് നല്ല തണുപ്പാണ്. പിന്നെ ഇപ്പം അത്യാവശ്യം കുറച്ച് ക്ലൗഡി ആണ്. നമുക്ക് ബുർജ് ഖലീഫയുടെ ടോപ്പൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങളിപ്പം ബുർജ് ഖലീഫ കാണിച്ചു തരാം. ബുർജ് ഖലീഫ എന്താ പറയുക, അതിൻ്റെ ടോപ്പ് ഭാഗം ഇപ്പം ഫുൾ കവേർഡാണ്. ഓൾമോസ്റ്റ് ക്ലൗഡി ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ റൂമിൽ നിന്നും ബുർജ് ഖലീഫ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദുബായ് ഫ്രെയിം കാണാൻ സാധിക്കുന്നു. നമുക്ക് ആ ഒരു റീജിയൻ മൊത്തം ക്ലൗഡി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് ബുർജ് ഖലീഫയുടെ വ്യൂ കിട്ടുന്നത്. അങ്ങ് ദൂരെ ക്ലൗഡി ആയിട്ട് കാണുന്നുണ്ട് ബുർജ് ഖലീഫയും, അതിന് മുൻപിൽ തന്നെ ദുബായ് ഫ്രെയിം കാണുന്നുണ്ട്. ഇന്നലെ മിനിങ്ങന്നൊക്കെ ആയിട്ട് കുറച്ച് ക്ലൗഡി ആയിരുന്നു. അപ്പം മേ ബി മഴയുടെ ആയിരിക്കാം. പക്ഷെ മഴ നിന്നെന്നാണ് ദുബായ് ഗവൺമെൻറ് പറഞ്ഞത്. ഇനിയിപ്പം തണുപ്പിൻ്റെ ദിവസങ്ങളാണ്. അതായത് നവംബർ ലാസ്റ്റ്, ഡിസംബർ, ഒരു ഫെബ്രുവരി, മാർച്ച് വരെ അത്യാവശ്യം ഇതുപോലത്തെ ഒരു കാലാവസ്ഥയായിരിക്കും. മാർച്ചിന് ശേഷമായിരിക്കും നല്ല വെയിലുണ്ടാവുക. ഇവിടെ ഈ റൂഫ് ടോപ്പിൽ ഒരു 6 o'clock ശേഷം പൂൾ അലൗഡ് അല്ല. അപ്പോൾ അതിനുശേഷമാണ് റൂഫ് ടോപ്പിൽ കുറേ ബാറും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇവിടെ. അതിനുള്ള സെറ്റിങ്സ് ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ ഒരു വലിയ പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടറിൽ അവിടെ കുറച്ച് സീറ്റിങ്സ് ഒക്കെ വരും, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് തരും. അവിടെ നല്ല രാത്രി നല്ല വൈബാണ്. രാത്രിയിലെ വൈബ് ഇന്ന് നൈറ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരാം. വേറെ ലെവലാണ് ഗൈസ്, ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. ദുബായ് വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഏതെങ്കിലും റൂഫ് ടോപ്പ് പൂളുള്ള ഏതെങ്കിലും ഹോട്ടൽ ചൂസ് ചെയ്യുക. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഈ റൂമിൻ്റെ, ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 500 ദിർഹംസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു 12,500 rupees ആണ് ഒരു ദിവസത്തെ ഇവിടുത്തെ ഫീസ് വരുന്നത്. ഇതാണ് ഗൈസ് ഈ ഒരു ഹോട്ടലിനുള്ളൊരു ഏരിയൽ വ്യൂ. അവിടെ കാണുന്നതാണ് കരാമ. സോ നമ്മളിപ്പോൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റോപ്പ് ബുർജുമൻ മെട്രോ കാണാം. ഈ റോഡിൻ്റെ പേരാണ് ഖാലിദ് ബിൻ അൽ വലീദ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇത് ഹൈവേ ആണ്. നമുക്കിവിടുന്ന് ഓരോ 47 സെക്കൻഡ്സിനും ഓരോ ഫ്ലൈറ്റ് പോകുന്നതാണ്. അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. സോ അവിടുന്ന് ഓരോ 47 സെക്കൻഡ്സിലും ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ്. ഗൈസ് ഇന്നൊരു ശനിയാഴ്ചയാണ്. നമ്മുടെ വീക്കെൻഡ് നമ്മൾ പൂളിൽ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ദുബായ് ഇപ്പം കുറച്ച് തണുപ്പാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പം
നമ്മുടെ ഇവിടുത്തെ ആള് പറഞ്ഞ പൂളിൽ നല്ല തണുത്ത വെള്ളമാണെന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും ഇറങ്ങി നോക്കാം. നല്ല തണുത്ത വെള്ളം. അയ്യോ അമ്മേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല തണുപ്പാണ്. പുറത്ത് കാണുന്ന പോലെയല്ല, പുറത്ത് ചൂടാണെങ്കിലും പൂളിൽ നല്ല തണുപ്പാണ് ഗൈസ്. നമുക്കൊരു ഡിപ്പെടുത്ത് നോക്കാം. എൻ്റെ അമ്മേ നല്ല തണുപ്പാണ്. അയ്യോ ഇവിടെ പുറത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും പൂള് നല്ല തണുപ്പാണ്. അയ്യോ തണുത്ത് വറയ്ക്കുവാണ് ഗൈസ്, തണുത്ത് വറയ്ക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അതിൻ്റെ ദൈവമേ എത്ര തണുപ്പാ. ഇവിടെ ദുബായ് വന്നിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ നല്ല ചൂടുവെള്ളം കിട്ടുക. പക്ഷെ ഈ പൂള് എന്താ ഭയങ്കര തണുത്ത വെള്ളമാണ്. എൻ്റെ കാലൊക്കെ ഇപ്പം കോച്ച് പിടിക്കുന്നുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്, ഭയങ്കര ഷിവറിങ് തണുപ്പില്ല. ആ ഒരു തണുപ്പ്. പുറമെ വെയിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മൈൻഡാക്കണ്ട, തണുപ്പാണ്. അയ്യോ പൊളി 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 മൂട്. എന്താ മോനെ, അടിപൊളി അടിപൊളി. രക്ഷയില്ല ഗൈസ്. ഇത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒരു പ്രത്യേക അനുഭവമാണ്, ഒന്നും പറയാനില്ല ഗൈസ്. നല്ല നട്ടുച്ച വെയിലത്ത് നല്ല തണുത്ത വെള്ളം. ദുബായ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കത്തില്ല. പുറത്ത് നല്ല വെയിലാണ്, പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഓട്ടിക്ക് തണുപ്പാണ് ഗൈസ്. ഓട്ടിക്ക് തണുപ്പ്. എൻ്റെ ഞാൻ ബോഡി മൊത്തം ഇങ്ങനെ കുളിരുവാണ്, അത്രയ്ക്കും തണുപ്പാണ്. ഞാനിതാണ് ഷിവറിങ് ആണ് ഗൈസ്. സ്റ്റാൻഡ് അടക്കം ഷിവർ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ്. വേറെ ഒരു പ്രത്യേക വൈബാണ് ഈ വെള്ളത്തിൽ. ഭയങ്കര ഗൈസ്. എൻ്റെ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അടിപൊളി വ്യൂ ആണ്. അതായത് എൻ്റെ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ബുർജ് ഖലീഫയും കാണാം, ദുബായ് ഫ്രെയിമും കാണാം. പിന്നെ ഇപ്പോൾ അടിപൊളി സൺസെറ്റാണ്. എൻ്റെ ദുബായ് വന്നിട്ട് ഫസ്റ്റ് സൺസെറ്റാണ്. നല്ല കിടിലമാത്ത സൺസെറ്റ് ഞാൻ കാണിച്ചു തരാം. വാ. ഗൈസ്, ഞാൻ എൻ്റെ സുഹൃത്ത് പാച്ചു എൻ്റെ യൂട്യൂബ് ചാനൽ ഹായ് പറഞ്ഞ്. പാച്ചു ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് ഫ്രെയിമിലാണ്. അപ്പം നിങ്ങളെ ദുബായ് ഫ്രെയിം കാണിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് എന്താ ആഡ് ചെയ്യാനുള്ള ഫ്രെയിമിനെ കുറിച്ച്? ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് പാച്ചു എന്നോട് കുറേ ഫാക്ട്സ് പറഞ്ഞായിരുന്നു ഫ്രെയിമിനെ കുറിച്ച്. ലൈക്ക് ഐ ഹേർഡ് ലൈക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വി ക്യാൻ സീ ലൈക്ക് ഓൾഡ് ദുബായ് ആൻഡ് ദി അതർ സൈഡ് വി ക്യാൻ സീ ദ ന്യൂ ദുബായ്. നമുക്കൊന്ന് കയറി നോക്കിയാലോ? പിന്നെ നല്ല റഷുണ്ട് ഗൈസ്. അപ്പം കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല റഷുണ്ട്. ഒരു 3-4 hours നിൽക്കേണ്ടി വരും. അപ്പം മാക്സിമം നമ്മൾ നോക്കും. നമുക്കെന്താണെന്ന് ചുറ്റി കാണാമല്ലേ? ഓക്കെ. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് കയറിയില്ല. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. ബാക്കിയുള്ള ദിവസം നമുക്ക് ക്ലിയർ സ്കൈ കിട്ടും, പക്ഷേ ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ദിവസം ഫ്രഷായിട്ട് വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിലാണ്. അപ്പം ജസ്റ്റ് എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഇപ്പം ഒരു വീക്കെൻഡ് ആണ്, ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് റഷ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കവിടെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. എനിക്കൊന്ന് ഓൾമോസ്റ്റ് 50 dirhams ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഗൂഗിൾ മാപ്സിൽ കണ്ടത്. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അവിടെ പോയി ടിക്കറ്റ് എടുക്കാം.
ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഫ്രെയിമിലാണ്. അപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ടിക്കറ്റ് വരുന്നത് ഏതാണ്ട് 52.5 ദിർഹംസ് ആണ്. അപ്പം നല്ല തിരക്കാണ്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. 2 hours ആണ് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈം. ഇപ്പം കുറച്ച് മൂവ് ആയതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നടക്കാനുണ്ട്. നിങ്ങൾ മുന്നിൽ കാണുന്ന നല്ല ക്യൂ ആണ് ഇവിടെ. സോ കുറേ നടക്കാനുണ്ട്. നമ്മളിപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ഫോട്ടോ സെഷൻ കണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം മുകളിലേക്ക് പോവാണ്. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പം ഈ ഫോട്ടോ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കളക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. നല്ല വെയിറ്റിംഗ് ആണ്. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് അവിടെ ഫ്രണ്ടിൽ കാണിച്ചിരുന്നത്. നല്ല വെയിറ്റിംഗ് ആണ്. നല്ല എന്താ പറയുക, നല്ല തിരക്കാണ്. വീക്കെൻഡ് ആകുമ്പോൾ നല്ല തിരക്കാണ്. പണ്ടത്തെ മരുഭൂമിയാണ്. പണ്ടത്തെ ഓൾഡ് ദുബായിയുടെ കഥ പറയുവാണ് ഈ പ്രൊജക്ടറിലൂടെ. ഇതൊക്കെ പഴയ ദുബായിയുടെ കാഴ്ചകളാണ്. പഴയ ദുബായിൽ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾ കാണുന്നത് 1960 ദുബായിയുടെ ഒരു മാപ്പാണ്. ഇത് പണ്ട് റെഗിലും ഷിപ്പിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പേര് കേട്ട ദുബായ് ഫ്രെയിമിലാണ്. അപ്പോൾ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് 150 മീറ്റർ ഉയരവും 92 മീറ്റർ വീതിയുള്ള ഒരു ആർക്കിടെക്ചറൽ മാർബിളാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണുള്ളത്. ഇവിടെ നമുക്ക് ദുബായിയുടെ 2 വശം കാണാൻ സാധിക്കും. അതായത് ദുബായിയുടെ പഴയ ദുബായും കാണാൻ സാധിക്കും. പഴയ ദുബായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരാമ, ദുബായ്, വേറൊക്കെ കാണാൻ സാധിക്കും. പിന്നെ പുതിയ ദുബായ് ആണെങ്കിൽ നമുക്ക് ഡൗൺ ടൗൺ, അതുപോലെ തന്നെ ദുബായ് മറീന, JBI, ജുമേറൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇപ്പം ഞാൻ നിങ്ങളിനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങൾ വളരെ ഒടുക്കത്തെ ഭംഗിയുള്ള ദൃശ്യങ്ങളാണ്. എനിക്ക് കണ്ടിട്ട് കൊതി തീരുന്നില്ല. അമ്മാതിരി ഇത് വ്യൂസാണ്. ദുബായ് നമുക്ക് മൊത്തത്തിൽ ഒരു ഏരിയൽ വ്യൂ, ഫ്ലൈറ്റിൽ പോകുന്ന പോലെ. നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 150 മീറ്റേഴ്സ് ഹൈറ്റുള്ള നമുക്ക് ഫുൾ ഒരു ഏരിയൽ വ്യൂ ആണ് കിട്ടുന്നത്. അപ്പം ഇതുമാണ് ഗൈസ്. നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് 150 മീറ്റർ മുകളിലുള്ള ഇത് മൊത്തം ഗ്ലാസ് ആണ്. മൊത്തം നമുക്ക് താഴെ വരെ കാണാം ഗൈസ്.
ഗൈസ്, ഇതാണ് ദുബായ് ഫ്രെയിമിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ കാഴ്ചകൾ. നമുക്കിവിടെ 1-2 കൗണ്ടേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ പഴയ ദുബായ്, അതായത് ഓൾഡ് ദുബായ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഓൾഡ് ദുബായ് നമുക്ക് വരുന്നത് കരാമ, ദുബായ്, അതുപോലെ ദേറൊക്കെയാണ് ഓൾഡ് ദുബായിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്, എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഓൾഡ് ദുബായ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ ദുബായ് ആണ്. ഈ ന്യൂ ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ ബുർജ് ഖലീഫയുള്ള ഡൗൺ ടൗൺ ഏരിയ, ദുബായ് മാളുള്ള സ്ഥലം, അതുപോലെ തന്നെ ജുമേറ, JBI ഇതൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ദുബായ്. നമുക്ക് ദുബായിയുടെ വശ്യ സൗന്ദര്യം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഓൾമോസ്റ്റ് 150 മീറ്റേഴ്സ് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഏരിയൽ വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിഫ്റ്റ് വഴിയാന്നപ്പം ഓൾമോസ്റ്റ് 75 സെക്കൻഡ്സ് എടുത്തുള്ളൂ. അതായത് 75 സെക്കൻഡ്സ് എടുത്തുള്ളൂ നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ടോപ്പ് ഫ്ലോറിൽ തരാൻ വേണ്ടിയിട്ട്. ഇതാണ് മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്കൊരു അമ്പലച്ചുംബി, ഒരു സ്കൈ സ്ക്രാപ്പറിന്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കവിടെ ദൂരെ ബുർജ് ഖലീഫ കാണാൻ സാധിക്കും. അപ്പം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. നമുക്കിപ്പം തിരിച്ചു പോകാൻ വേണ്ടി നല്ല ക്യൂ ആണ്. ദുബായ് ഫിലിം ശരിക്കും പറഞ്ഞ് 8 മണി വരെ ഉള്ളൂ, 8 അല്ല 9 മണി വരെ ഉള്ളൂ. അപ്പം ഇപ്പോഴും നല്ല ക്യൂ ആണ് താഴെ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ മുമ്പിലാണ്. എന്റെ ബാക്ക് കാണുന്ന ബുർജ് ഖലീഫ, അത് നോക്കുക ഗൈസ്. രാജു, എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, ബാംഗ്ലൂർ ഒന്നുമില്ല. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി. ഒന്നും പറയാനില്ലല്ലോ. ഒന്നും പറയാനില്ല. പൊളി.